കുമ്പളങ്ങി സെന്റ് പീറ്റേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും 2003-2004 കാലയളവിൽ SSLC പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾ എല്ലാവരും ഒരുമിച്ച് ചേർന്നു. 2003-2004 മുഴുവൻ ബാച്ച് വിദ്യാർത്ഥികളും ഒരുമിച്ച് ചേർന്ന ചടങ്ങ് മുതിർന്ന അധ്യാപിക മേരി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. SSLC ബാച്ചിലേക്ക് പ്രോഗ്രാം നടക്കുമ്പോഴാണ് 10ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ ഹൈസ്കൂളിൽ പഠിപ്പിച്ച അധ്യാപകരെയാണ് പൊതുവെ വിളിപ്പിക്കുന്നത്. അവരെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ പഠിപ്പിച്ച അധ്യാപകരെ പലപ്പോഴും മറന്നുപോകും. ഇവിടുത്തെ ഈ പ്രോഗ്രാമിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവരെ ചെറിയ ക്ലാസ്സിൽ മുതൽ പഠിപ്പിച്ച എല്ലാ അധ്യാപകരും തന്നെ ക്ഷണിച്ചിട്ടുണ്ടെന്നാണ് എന്നോട് പറഞ്ഞത്. ഇവിടെ UP സ്കൂളിലെയും അതുപോലെ ഹൈസ്കൂളിലെയും ഒപ്പം തന്നെ അതിന്റെ ഭാഗമായിട്ട് ഹയർ സെക്കൻഡറിയുടെ പ്രിൻസിപ്പൾ എന്നുള്ള രീതിയിൽ എന്നെ വിളിച്ചു. അത് ഒരു നല്ലൊരു തുടക്കമായിട്ട് നല്ലൊരു കാര്യമായിട്ട് തന്നെ ഞാനത് കാണുന്നു. ഓരോ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് നമ്മുടേതായ ചില കടമകളും കർത്തവ്യങ്ങളുമുണ്ട്. വിദ്യാർത്ഥികളായ ഒരു സമയത്ത് നിങ്ങൾക്ക് പഠിക്കുക, കളിക്കുക, ഭക്ഷണം കഴിക്കുക, ഈ ചിന്തകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ 2 പതിറ്റാണ്ടുകൾ പിന്നിട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവരും തന്നെ ഗൃഹസ്ഥന്മാരും വീട്ടമ്മമാരും ഒക്കെ ആയി കഴിഞ്ഞിരിക്കുകയാണ്. മുതിർന്ന അധ്യാപകൻ സെബാസ്റ്റ്യൻ സാർ മുഖ്യപ്രഭാഷണം നടത്തിയ സമ്മേളനത്തിൽ ക്ലാസ്മേറ്റ്സ് കൂട്ടായ്മയുടെ പ്രസിഡന്റ് കരംചന്ദ് അധ്യക്ഷ പ്രസംഗം നടത്തി. സെക്രട്ടറി സെൽജൻ കുറുപ്പശ്ശേരി റിപ്പോർട്ടും ട്രഷറർ ജോസ് ആന്റണി കണക്കും അവതരിപ്പിച്ചു. സെന്റ് പീറ്റേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ വിൻസെന്റ് സാർ ആശംസകൾ അറിയിച്ചു. 21ഓളം അധ്യാപകർക്ക് ആദരവുകൾ നൽകി. പക്ഷേ ഈ 20 വർഷങ്ങൾക്ക് ശേഷം ഒരു കുഴപ്പമില്ലാതാൻ വേണ്ടി ഇതിനു മുന്നേ ഒരുപാട് പേര് ശ്രമിച്ചിരുന്നു. അങ്ങനെ കുറെ പേര് ശ്രമിച്ചതിലേക്ക് ചില ഗ്രൂപ്പുകളിലേക്ക് മാറിയത് ആ ഗ്രൂപ്പൊക്കെ അവിടെ ഫ്ലോപ്പ് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. പിന്നെ അതിനൊരു അടക്കമില്ല. പിന്നീട് നമ്മുടെ സ്കൂളിൽ പഠിച്ച സിൻസൻ ഒരു ചെറിയൊരു എനിക്ക് അതിനെക്കുറിച്ച് പറയുമ്പോൾ എന്താ പറയുക പറയാവുന്ന അവസ്ഥയല്ല. അവന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഗ്രൂപ്പ് ആദ്യം രൂപീകരിക്കുന്നത്. അന്ന് എന്നോടൊപ്പം ഒരു 37 പേര് നല്ല രീതിയിൽ നല്ലപോലെ എന്താ പറയുക രാത്രിയും പകലൊന്നുമില്ലാതെ സഹകരിച്ച് പ്രവർത്തിച്ചു. ഞാനന്ന് എങ്ങനെ ഫണ്ട് കണ്ടെത്തണം എന്നുള്ള ചോദ്യം ചോദിച്ചപ്പോൾ നമ്മുടെ സഹപാഠി എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുമായ മുകേഷിനോട് പറഞ്ഞത് പണമായിട്ട് തരാനില്ല, ചെറിയൊരു കലയുണ്ട്, ആ കല കൊണ്ട് നമുക്ക് എന്തെങ്കിലും നേടാൻ പറ്റുമെങ്കിൽ ശ്രമിക്കാമെന്ന് പറഞ്ഞു. ഞാൻ അപ്പോൾ അവനോട് പറഞ്ഞു നീ എങ്ങനെയാണെന്ന് വെച്ചാൽ പറയാ, നമുക്കത് ചെയ്യാം. എല്ലാം അറേഞ്ച് ചെയ്തു ഫോട്ടോ വെച്ചിരുന്നു. ഞങ്ങൾ അന്ന് ഒരു 10-27 പേരോളം ഗ്രൂപ്പിലുള്ളവർ അവിടെ വന്നു, ഗ്രൂപ്പിൽ ഇല്ലാത്തവരും വന്നു. ഒരു സഹപാഠിയുടെ ചികിത്സാ സഹായവുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ ഒരു കൂട്ടായ്മ രൂപീകരിച്ചത്. വീണ്ടും ചാരിറ്റി പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. മറ്റൊരു വിശേഷവുമായി കാണാം. റിഡ്ജൻ റബല്ലോ, ന്യൂസ് ടുഡേ, കുമ്പളങ്ങി.